എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 9ാമത്തെ ദിവസമാണ്. പാലക്കാട് ജില്ലാ ചാപ്റ്ററാണ് ഇന്നത്തെ രാമായണക്കാറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ന് പരിപാടി തുടങ്ങുന്നതിന് മുമ്പായി മറ്റന്നാൾ, അതായത് ഞായറാഴ്ച 27-ാം തീയതി നമ്മൾ സത്സന്ധ്യ പോലെയാണ് നമ്മുടെ രാമായണക്കാറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി 7:30 വരെ നമുക്ക് ഇവിടെ ഇന്ന് പങ്കെടുക്കുന്ന ആൾക്കാർക്കോ ആർക്കെങ്കിലും കീർത്തനങ്ങളോ ശ്രീരാമസ്വാമിയുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഒക്കെ ചൊല്ലുവാനുള്ള ഒരു അവസരം കൂടി നമ്മൾ അന്ന് ഒരുക്കുകയാണ്. കാരണം ഞായറാഴ്ചയാണ് എല്ലാവർക്കും ഓക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അന്ന് 6 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. അതേപോലെ 7:30 വരെ. 8 മണിക്ക് നമ്മൾ സനാതന ധർമാമൃതം എന്നുള്ളൊരു പരിപാടി നമ്മൾ എല്ലാ മാസവും നടത്തുന്നുണ്ട്. സനാതന ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി, ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനായി നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ 7ാമത്തെ സെഷനാണ് ഈ വരുന്ന 27-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും. ഇപ്രാവശ്യം സനാതന ധർമ്മത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി എല്ലാവർക്കും സുപരിചിതനായ ശ്രീ വേണുഗോപാൽ IAS ആണ്. അദ്ദേഹം പത്തനംതിട്ട, ആലപ്പുഴ, അതേപോലെ കോട്ടയം ജില്ലാ കളക്ടറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് സെക്രട്ടറിയാണ്. അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കമ്മീഷണറായിട്ട് അദ്ദേഹം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതുപോലെ ഗുരുവായൂർ ദേവസ്വം, അതേപോലെ വേറൊരു ദേവസ്വം കൂടെ പെട്ടെന്ന് മറന്നുപോയി. അങ്ങനെ 3 ദിവസങ്ങളിൽ അദ്ദേഹം കമ്മീഷണറായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിരിക്കും നമ്മുടെ അന്ന് സനാതന ധർമാമൃതത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും ആ പരിപാടിയിലും പങ്കെടുത്ത് നമുക്കെല്ലാം ഞങ്ങളുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ലക്ഷ്യം തന്നെ സനാതന ധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു സംഘടന ആരംഭിച്ചത് തന്നെ. അപ്പം അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം ഞങ്ങൾ ഇതിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ഇന്ന് ഞാൻ ജയേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കുറേ ദിവസമായി അദ്ദേഹത്തിന്റെ ഗുരുസ്മരണ കേട്ടിട്ട്. സരസ്വതി ഏട്ടത്തെ ക്ഷമിക്കുക. ഞാനും അത് എന്നോട് പറയുമ്പോ ഞാനത് പറയാനിരിക്കുവായിരുന്നു. ജയേട്ടൻ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ജയേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നത്തെ ഗുരുസ്മരണയ്ക്കായി. ജയശങ്കര. 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 ഓം അജ്ഞാനാന്തർഗഹന പതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. ഇന്ന് രാമായണക്കാറ്റിന്റെ ആരംഭിക്കുകയാണ്. ഇന്ന് പാലക്കാട് ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ ശ്രീമതി ഉഷ ചേനാഥിനെ ഈ വേദിയിലേക്ക് ഞാൻ ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പാരായണത്തിനും തുടർന്നുള്ള നടപടികൾക്കുമായി. ജയശങ്കര.
എല്ലാവർക്കും നമസ്കാരം. രാമായണക്കാറ്റിൻ്റെ 9ാമത്തെ ദിവസമായ ഇന്ന് പാലക്കാട് ജില്ല. എല്ലാവരും എത്തിയോന്ന് അറിയില്ല, എങ്കിലും നോക്കാം, നമുക്ക് കയറുമായിരിക്കാം. നമുക്ക് തുടങ്ങാം. ഏറ്റവും മനോഹരമായ ഈ സന്ധ്യ രാമായണത്തിലെ വാൽമീകിയുടെ ആത്മകഥ തൊട്ട് തുടങ്ങുകയാണ്. ആദ്യം തന്നെ സീതയാണ്. സീത ഇവിടെ വന്നിട്ടുണ്ട്. സീത സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളൂ. സീത റിട്ടയർഡ് മലയാളം ടീച്ചറാണ്. എന്നാലും സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങിക്കോളൂ. ജ്യോതിഷിയെ മ്യൂട്ടൊന്നും മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. പേരെന്താണ്? ഇതിനകത്ത് ബോൾട്ട് ഓഡിയോ എയർപാസ് ആണോ? സീത എന്നാണ് പേര്. അതെന്താ അങ്ങനെ വരണമെന്ന് എനിക്ക് അറിയില്ല. അല്ല, അതാ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒന്നുകിൽ മൊബൈലിന്റെ ഇതായിരിക്കാം. മൊബൈലിന്റെ ആയിരിക്കാം. എനിക്ക് മാറ്റാൻ അറിയണില്ല, അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. അല്ല, വരുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ആ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, വളരെ ക്ലിയർ ആണ്. ജയശങ്കര ചൊല്ലാമല്ലേ? ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ പി സീത, പള്ളിശ്ശേരി മനമകളാണ്. പള്ളിശ്ശേരി ഇല്ലത്തെ കിഴായൂർ പള്ളിശ്ശേരി ഇല്ലത്തെ മകളാണ്. അടയ്ക്കാപ്പുത്തൂർ കുന്നത്ത് ഡോക്ടർ AK രാധാകൃഷ്ണനാണ് വിവാഹം ചെയ്തത്. 35 കൊല്ലം സ്കൂളിലും കോളേജിലുമായിട്ട് ഞാൻ മലയാളം പഠിപ്പിച്ചു പോന്നു. ഇപ്പൊ വിശ്രമ ജീവിതാണ്. അടയ്ക്കാപ്പുത്തൂർ കുന്നത്ത് ആണ്. അപ്പൊ ഇനി ചൊല്ലാമല്ലേ? വളരെ സന്തോഷം, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എനിക്കും ഇതിൽ പങ്കെടുക്കാൻ ഉഷ വിളിച്ചു പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി. രാമായണം വായിക്കില്ലേ ചോദിച്ചപ്പോ രാമായണം വായിക്കില്ല എന്ന് ഞാൻ പറയേ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും വായിക്കണതാണ്, അതുകൊണ്ട് ഞാൻ വായിക്കില്ല എന്ന് പറയില്ല. പിന്നെ പണ്ട് സൗന്ദര്യലഹരി ചെയ്തപ്പോ ഞാൻ ഇതിൽ കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണു. ഈ ടെക്നിക്കാലിറ്റി മാത്രം എനിക്ക് അറിയാത്തോണ്ട് അത് പോവാൻ എന്താന്ന് അറിയണില്ല. എല്ലാവരുടെയും അനുഗ്രഹത്താൽ ഞാൻ ഇത് ചൊല്ലാം. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. മൂഷികവാഹന മോദകഹസ്ത ചാമരകർണ വിളംബിത സൂത്ര വാമനരൂപ മഹേശ്വരപുത്ര വിഘ്നവിനായക പാദ നമസ്തേ. വീണാധരാം പ്രമുഖ സർവമുനി പ്രസേവ്യാം ശോണാധരാം മൃദുലഗാത്രലതാം സുവേണീം വീണാലസൽക്കരതലാം വിലസൽക്കിരീടാം വാണീം നമാമി സതതം വചസാം വിഭൂത്यै. പുരാണത്തിൽ പറയപ്പെട്ട പുരാണത്തിന്റെ കർത്താവായ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അമൃത സദ്ഗുരുപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം. അയോധ്യാകാന്ഡത്തിലുള്ള വാൽമീകിയുടെ ആത്മകഥ നിർദ്ദേശാനുസരണം ഭക്തി ആദരപൂർവം ചൊല്ലുന്നു. വാൽമീകിയുടെ കഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതൂമല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം.
ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു, നിസ്ത്രഭം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകദാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ, തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. സ്വരൂപികൾ ഹൃദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനേ ഘോര മഹാവനേ. ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു, തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാ മുനീവരന്മാർ അരുൾ ചെയ്തപ്പോൾ, നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോട് ഇഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുദ്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനീവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം, നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം പിന്നീടുമത്ര ഇവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നോ? സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായവർ എന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നിതൻ അന്തഃകരണവും. ത്യക്വാധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ. രക്ഷിച്ചു കൊള്ളേണമേ, ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതീതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു, ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ. സദ്യ ഫലം വരും സജ്ജന സംഗമാദി വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം, എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന.
ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം രാമരേദ്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. നിത്യം രാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങൾ ഇങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യ പഥാഗമിച്ചി ജപിച്ചിരുന്നേനഹം. സഹസ്രം കഴിവോളം കുറ്റുകൊണ്ടെന്നുടടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യം. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാറുത ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടന്നു ചൊന്നു കേട്ടു ഞാൻ നിർഗമിച്ചിനേനാശുനാകൂതരാൽ. വൽമീകമതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വാൽമീകി മുനിശ്രേഷ്ഠൻ ഭഗവാൻ ബഹുലാംനായ വേദിയമജ്ഞനാകനീ. അരുൾ ചെയ്തെഴുന്നള്ളി മുനിയും അന്നു തുടങ്ങി ഞാനേ വന്നതും. രാമനാമത്തിൻ പ്രഭാവം മിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേ. അവകാശവും വന്നീതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ. കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപൂണ ത്രിദശകുലപദേ. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലും എന്നെഴുന്നള്ളിനാനന്ദികേ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാം മുനി. ചിത്രകൂടാചല ഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തുമാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെയിരിക്കെന്നരുൾ ചെയ്തു മന്മഥ തുല്യൻ ജനകജ തന്നോടും. നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരൂമേറിയോരന്തശുജാ ചെന്നയോധ്യ പുക്കീടിനാൻ. വസ്ത്രേണ വക്രവും ആച്ഛാദ്യ അത്യർത്ഥമിത്തിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി തുടിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ ദീപാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേളുന്ന നൃപേന്ദ്രനോട് ഉൾതാപമോടുര ചെയ്തു സുമന്ത്രരും.
ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യപുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലേണം എന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം, വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ. എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ, ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം. അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗദം. ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണി കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതീന് ഇപ്പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതീനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതു പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങും എന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗ ശരജാലവും ശാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനീ തീരെ വനാന്തരെ മാനസേ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു. കുംഭിതുമ്പിക്കയിലംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയ ചീടിനേൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. നന്ദി സീത. അടുത്തതും ഒരു സീത തന്നെയാണ് വായിക്കണത്. അതും മലയാളം ടീച്ചർ തന്നെയാണ്, പക്ഷെ റിട്ടയർഡ് അല്ലാതെ മാത്രം സർവീസിലുള്ള മലയാളം ടീച്ചറാണ്. സീതയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സീത ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, എന്നിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൊന്നാനി കരുവാട്ട് രാമദാസന്റെ പത്നി സീത. കൂത്തുപറമ്പ് പുനത്തിലെ മകളാണ്. പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ
ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപികയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആദിശങ്കര ഈ ഒരിതില് രാമായണം വായിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഉഷേർത്തിയുടെ ക്ഷണത്തിന് വളരെയധികം നന്ദി, കടപ്പാട്. ചൊല്ലി തുടങ്ങാം അല്ലെ? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോക രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. അയോധ്യാകാന്ഡത്തിലെ ദശരഥന്റെ ചരമഗതിയുമായി ബന്ധപ്പെട്ട് സീതയെടുത്തി വായിച്ചതിന്റെ തുടർച്ചയാണ് വായിക്കുന്നത്. ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്ത ഹതോഹം വിധേ വൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർ കുദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നെത്തലോടും തഥാ. താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേനദീ പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചെന്നാൻ മുനി ബാലകൻ. കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരെയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരും നീടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടേ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിരിക്കുന്ന വീടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ.
വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസധ്വനിക്കേൾക്കായി കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരീക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം. പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി സാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയ. കുംഭത്തിൽ നീരകം ബുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പേറ്റേനറിയാതെയതുമ്പലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനുമെന്നോടു ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതിദൂതവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തൊടും. എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടി എന്നവലംബനം. ജന്തു വിഷയം കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവൻ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ അത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്തതിൻ ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഭിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദത്തദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്താരി ലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധ തപോധനൻ അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യമസത്യമായും വരാ. മന്നനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ കുക്കൂസുരാലയം. ഭരതാനീനം ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമം അന്തഃപുരമകമുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂതരാ പാലകൻ തന്നുടൽ കേടുവന്നടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം ബുക്കു ചെല്ലുക.
മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകമ്പുക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമങ്ങോരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും. എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടുമയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബോധവർജിതം ദൃഷ്ടാവിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകം ബുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിംഗ മടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃ ജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ പറകനീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിൻ ഉത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ. താപവും ഭീതിയും മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും ചൂണീതലേ ദുഃഖ വിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനത്രയും. ഭരതപ്രലാപം. ഹാതാത ദുഃഖ സമുദ്രേ നിയുജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞിങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടെയോരിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനകസുതേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു താതൻ. അതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമേന അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ. നിന്നോട നിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാവ് പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകെന്നും മറ്റതും ഭൂമിവൻ തന്നോടിതു കാലമർത്ഥിച്ചേൻ. ഓം നമോ നാരായണായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. അടുത്തത് വായിക്കേണ്ടത് ജയശ്രീയാണ്. ജയശ്രീ നാരായണൻ കേറിയിട്ടുണ്ടോ? നാരായണ മാഷോ ജയശ്രീയോ കേറിയിട്ടുണ്ടോ? ജയശ്രീ കേറിയിട്ടുണ്ടോ? ജയാന്ന് പറഞ്ഞാണോ കാണുന്നുണ്ട്?
മ്യൂട്ട് മാറ്റിക്കോളൂ മാഡം. താഴെ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ആ താഴത്തെ മ്യൂട്ട് ഒന്ന് മാറ്റണം. മൊബൈലിലാണെങ്കിൽ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം ഒരു മൈക്കിന്റെ ഇതിലുള്ളത്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. വീഡിയോ കാണുന്നുണ്ട്, ഓഡിയോ ഇല്ല. വായിച്ചു തുടങ്ങി തോന്നുന്നു. മാഷോട് പറയൂ, ജയശ്രീ മാഷോട് പറയൂ. മാഷോട് പറഞ്ഞു നോക്കൂ. ആളുണ്ട് പക്ഷെ മ്യൂട്ട് മാറ്റാൻ അറിയണില്ല. മ്യൂട്ട് മാറ്റി തരാൻ പറയൂ മാഷോട്. ചിലപ്പോ ആ സ്ക്രീനേൽ ഒന്ന് തൊട്ടാലേ മൈക്ക് വരുവുള്ളൂ, അപ്പോഴേ കാണുള്ളൂ, അല്ലാതെ ചുമ്മാ നോക്കി കാണൂല. പറ്റുന്നുണ്ടോ? മ്യൂട്ട്. ആ സ്ക്രീനിലൊന്ന് തൊടൂ ജയശ്രീ, ആ സ്ക്രീനിൽ തൊടൂ. പോയോ? ആ സ്ക്രീനിൽ തൊടുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ ഒരു മൈക്കിന്റെ രൂപത്തിലുള്ള ഇത് കാണാം, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒന്ന് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ടോ, ഒന്ന് ഓഡിയോ ഒന്ന് എഴുതിയിട്ടുണ്ടാവും. പേര് എഴുതിയിരിക്കുന്ന അടുത്ത് ഒരു ചെറിയൊരു പറ്റുന്നില്ല. ചിലപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് നീക്കേണ്ടി വരും ചിലപ്പോ സ്ക്രീന്. മാഷെ വിളിക്കൂ. ആ വീഡിയോയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മൈക്ക് കാണുന്നത്, അത് ടച്ച് ചെയ്താൽ മതി. എന്താ വേണ്ടേ, ഞാൻ ചൊല്ലി തുടങ്ങട്ടെ എന്നാ? ആയിക്കോട്ടെ, ഏട്ടത്തി ചൊല്ലി തുടങ്ങിക്കോളൂ. കാരണം അവിടെ എന്തോ ടെക്നിക്കൽ. കിട്ടുന്നുണ്ടോ ജയശ്രീക്ക്? കിട്ടുന്നുണ്ടോ? മാഷ അടുത്തില്ലേ? മാഷ ഓഡിയോ ഓൺ ആക്കണം. വെറുതെ സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞാൽ ഇടത് വശത്ത് ഈ ചിഹ്നം കാണും, ഈ കാണുന്ന ചിഹ്നം കാണും, അത് തൊട്ടാ മതി. സ്ക്രീൻ തൊട്ട് നോക്കൂ. ഞാൻ ചൊല്ലി തുടങ്ങാം അല്ലേ? ശരിയാഴ്ച അപ്പൊ ചൊല്ലാം, അതല്ലേ നല്ലത്? ആയിക്കോട്ടെ. ചേച്ചി അവിടെ പാരായണം ചെയ്തോളൂ, സാരമില്ല. അപ്പം ഒന്നുകൂടെ ഇതായിട്ടെ അടുത്ത പ്രാവശ്യം ആകട്ടെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, സത്യപരായണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ, കാനനവാസത്തിനായ യച്ചിടിനാൻ ജാനകി ദേവി പാതിവൃത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാൻ ആശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ, താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം, പുക്കാനറിയെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും, മോഹം കലർന്ന നേരത്തു കൈകേയിയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം, രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നുകോപിച്ചു നോക്കിയിടിനാൻ മാതരം, ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ ആദിപൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും, ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി,
നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചോ ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടൊരിയാടരൂതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പു. നല്ല അല്ലായെങ്കിലോ കാളകൂടം കുടിച്ചിടുവൻ, അല്ലായെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതു മൂലം. ഇത്തരം മാതരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞ ദീനയായി ഭിന്നയായോരു കൗസല്യ ചൊല്ലിടിനാർ. കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും മനുജാതനും സീതയും ക്ഷീരാംബര ജഡധാരികളായി വനം പ്രാപിച്ചതെന്നയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശ നായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിഫലമാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുര മനസ്സയായതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവു മാതാവേ. ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്, ഞാനറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശത ജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു ഇങ്ങനെ ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠം ഉത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു. വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രീജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതി മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ. സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ സുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹൂകൃത്വാ ബഹൂധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടവം ഗത്വാ യഥാ സുഖം ലബ്ധ്വാ പുരന്ദരാർദ്ധാസനം ദുർലഭം. വൃത്രാരി മുഖ്യത്രിദശൗഘവന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതീനെന്തു നീ ആനനം താഴ്ത്തി നേത്രാംബുതൂകേടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപമൻ അവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽക്കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കൊണ്ടൊരിക്കലും. ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറ വിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ
വാഴുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ ഓർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദി വസ്തുന വേർപ്പെടുന്നേരവും ദുഃഖമില്ലേതുമേ. സ്വവേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണ ഭംഗുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത്ത പത്രഗ്രലഗ്നാംബു ബിന്ദുവൽ സമ്പതിച്ചിടും ആയുസ്സദീനശ്വരം. പ്രാപ്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവാൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്ത്വാ തുടങ്ങുക കർമ്മ സമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകൊല്ലാം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും. താത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബര ഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം. തദ്വാതിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാദരാൽ. വേദപാരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോധന ഗ്രാമരക്താംബരം ഭൂഷണലേപന താംബൂലപൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാ ദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാജകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനൂദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദ്ദിനം. നാനാസുഹൃജനത്തോടു മനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭന്തിയെ. അർണോരു ഹാസന സന്നിഭനാം മുനി സ്വർണാസനെ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്നു ഭരതകുമാരനോടംബോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദായാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലിനി ത്യാജമല്ലെന്നു ധരിക്ക കുമാര.
നീ താത നിയോഗമനുഷ്ഠിക്കയും വേണം. പാതകമുണ്ടാമതല്ലാകിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടി എന്നു രാജ്യം കൊണ്ടു കിം ഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ, ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലുമേ വന്നു. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമത്യരും ആന തീർക്കാലാൽ കുതിരപ്പടയോടും ആനക ശംഖപടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഉൾപ്പെടെ മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസീതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നെന്നു ചൊല്ലിടിനാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. അർത്ഥം പറയാന്ന് പറഞ്ഞത് നാരായണ മാഷാണ്. നാരായണ മാഷ്ക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റിയോന്ന് അറിയില്ല. എന്താ ഉണ്ടായെന്ന് മനസ്സിലായില്ല. പോയി തോന്നുന്നു അല്ലേ, ലൈനിലില്ലേ തോന്നുന്നു അല്ലേ? അതെ, പോയി തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചി പറഞ്ഞോളില്ലേ? മാഷക്ക് പറ്റിയില്ല തോന്നുന്നു മ്യൂട്ട് മാറ്റാൻ. ഞാൻ പറഞ്ഞു, പ്രശ്നോത്തരി നടത്താൻ ആളുണ്ടല്ലോ. ഓക്കെ, നമുക്ക് വാൽമീകി മഹർഷിയുടെ ആത്മകഥ ശ്രീരാമചന്ദ്രനോട് പറയുന്ന ഭാഗം മുതലാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തത്. ഭഗവാൻ അങ്ങനെ കാനനത്തിലൂടെ സഹോദരനോടും സീതയോടും ഒപ്പം യാത്ര ചെയ്ത് ഭരദ്വാജാശ്രമത്തിലെത്തി. അവിടെ നിന്ന് ഭരദ്വാജ മഹർഷിയെ നമ്മൾ കണ്ടതൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. ഫലമൂലാദികളൊക്കെ കൊടുത്ത് ഭരദ്വാജ മഹർഷി ഭഗവാനെ സ്വീകരിച്ചതും ആ രാമതത്വത്തെ ഞാൻ അറിയുന്നു എന്നറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഭരദ്വാജ മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യമുണ്ട്. വാൽമീകിയുടെ ശിഷ്യനാണ്. അപ്പം വാൽമീകിയുടെ മഹത്വം എന്താണെന്ന് അവിടെ നമുക്ക് മനസ്സിലാവും. ഭരദ്വാജ മഹർഷിയാണ് വൈമാനിക പ്രകരണം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയത്. അതില് 28 തരം വിമാനങ്ങൾ ഉണ്ടാക്കുന്ന വിമാന നിർമ്മിതിയെ കുറിച്ചാണ് ഈ വൈമാനിക പ്രകരണത്തിലൂടെ ഭരദ്വാജ മഹർഷി, പഴയ മഹർഷിമാരുടെ അറിവ് ആണ്. ഇന്നും 28 തരം വിമാനങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അതിലൊന്നാണ് പുഷ്പക വിമാനം. അതിലൊരു വിഭാഗമാണ് പുഷ്പക വിമാനം. പുഷ്പക വിമാനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് അതിന്റെ ഉടമസ്ഥൻ, യാത്ര ചെയ്യുന്ന ആള്, ഡ്രൈവർ സ്ഥാനത്ത് ഇരിക്കുന്ന ആള്, അയാളുടെ മനോഗതം എന്താണോ അതനുസരിച്ച് പറക്കുന്ന വിമാനമാണ് പുഷ്പക വിമാനം. ആ ഒരു സംവിധാനം ഇലോൺ മസ്ക് പോലും ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിനുള്ള പരിശ്രമം നടക്കുന്നതേ ഉള്ളൂ. ആ കാലത്ത് ഭരദ്വാജ മഹർഷി അപ്പൊ ആരായിരുന്നു? അപ്പൊ ഭരദ്വാജ മഹർഷിയുടെ ഗുരുവാണ് വാൽമീകി മഹർഷി എന്ന് പറയുമ്പോൾ വാൽമീകി മഹർഷി ആരായിരുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ ഇവിടെ ചിന്തിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് വാൽമീകി മഹർഷിയുടെ ആത്മകഥ പറയുന്നതാണ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കി പറയുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്ന ആളാണ്. ശാപം കിട്ടി ഇവിടെ വന്ന് മനുഷ്യനായി പിറന്ന് അദ്ദേഹം ഒരിക്കൽ ബ്രാഹ്മണനായിട്ട് ജനിക്കുകയും അദ്ദേഹം ഒരിക്കൽ അച്ഛന് വേണ്ടി
ഹോമദ്രവ്യങ്ങൾ, ചിലപ്പം പൂക്കളോ ദർഭയോ ഒക്കെ ആയിരിക്കും സംഭരിക്കാനായിട്ട് വനത്തിൽ പോകുന്നു. അവിടെ വെച്ച് ഒരു കുലടയായ ഒരു സ്ത്രീയെ കാണുകയും അവരുടെ വശീകരണത്തിൽ പെട്ടുപോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു കാട്ടാളനായി മാറി ധാരാളം ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തു, കാരണം കുടുംബം പോറ്റാൻ വേണ്ടി. അപ്പോഴൊക്കെ തന്റെ മക്കളെ വളർത്തണമല്ലോ എന്ന് വിചാരിച്ച് ആ വനത്തിൽ കൂടി യാത്ര ചെയ്യുന്നത്, അത് ആരായിരുന്നാലും അവരുടെ കയ്യിലുള്ള ധനമോ ധാന്യമോ വസ്ത്രമോ എന്ത് കിട്ടിയാലും കൊള്ളയടിക്കുക, കൊല്ലുക, ഇതൊക്കെയായിരുന്നു രത്നാകരൻ എന്ന ആ കൊള്ളക്കാരന്റെ തൊഴില്. അങ്ങനെ കിട്ടുന്നതെല്ലാം തന്റെ കുടുംബത്തിന് വേണ്ടി ധാരാളം മക്കൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട് ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ, ഹീനകൃത്യങ്ങളൊക്കെ ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സപ്തർഷികള് ആ വനത്തിൽ കൂടി യാത്ര ചെയ്യുന്നു. ഇതേ ഉദ്ദേശത്തിൽ ഋഷീശ്വരന്മാരാണ്, അവരുടെ കയ്യിൽ ജ്ഞാനമല്ലാതെ വേറൊന്നും മോഷ്ടിക്കാനില്ല. അതൊട്ട് കൊള്ളക്കാരനായ രത്നാകരന് വേണ്ട. എങ്കിലും അവരുടുത്തിരിക്കുന്ന വസ്ത്രങ്ങളെങ്കിലും മോഷ്ടിക്കാമല്ലോ, അല്ലെങ്കിൽ കയ്യിൽ കമണ്ടലു കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ ആട്ടെ. അതിനുവേണ്ടി അവരുടെ അടുത്ത് ചാടി വീഴുകയാണ്. അപ്പൊ അവര് ചോദിക്കുന്നു, തിഷ്ട തിഷ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇപ്പോ ഇങ്ങനെ ചാടി വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കൊള്ളക്കാരനാണ്, കൊള്ളയടിക്കാൻ വന്നതാണ്, ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന്. തിഷ്ട തിഷ്ട ത്വയാ കർത്തവ്യം അത്രയും ദുഷ്ടമതേ പരമാർത്ഥം പറക എന്ന് പറയുമ്പോൾ, എനിക്ക് ധാരാളം പുത്രന്മാരൊക്കെ ഉണ്ട്, എനിക്ക് ഭാര്യയും പുത്രന്മാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ കൊള്ളയും കൊല്ലയും ഒക്കെ നടത്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ, ശരി, നീ ഇതൊക്കെ ചെയ്ത് കൊണ്ടു ചെല്ലുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അവരൊക്കെയാണല്ലോ, നീ അവരോട് ചെന്ന് ചോദിക്കൂ, നീ ചെയ്യുന്നത് ക്രൂരകൃത്യങ്ങളാണ്, അതിന് എന്തായാലും നല്ല ഫലങ്ങളല്ല കിട്ടുന്നത്, ആ ഫലത്തിന്റെ പാപങ്ങളൊക്കെ അവരും കൂടെ അനുഭവിക്കുമോ എന്ന് ചോദിക്കാൻ പറയുന്നു. അങ്ങനെ സപ്തർഷികൾ പറഞ്ഞു, നീ പോയി ചോദിച്ചിട്ട് വരുന്നവരെ ഞാനിവിടെ നിൽക്കാമെന്ന് പറയുന്നു. രത്നാകരന് നേരെ തന്റെ വീട്ടിലെത്തി ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മോശപ്പെട്ട ഈ കൊള്ള കൊല ഇതൊക്കെ നടത്തി ഇവിടെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പൊ എനിക്ക് കുറെ പാപങ്ങൾ ഉണ്ടാകുമല്ലോ, പ്രവൃത്തി ചെയ്താണല്ലോ, അതിന്റെ ഫലം നിങ്ങളും കൂടെ പൂജിക്കുമോ, നിങ്ങളും കൂടെ അനുഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഭാര്യ പറയുന്നത് വളരെ വളരെ നല്ല ഒരു കാര്യമാണ്. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്ന് ചോദിച്ചപ്പോ എന്താണ് പറയുന്നത്? നിത്യവും ചെയ്യുന്ന കർമ്മ ഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ? അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കാൻ പറ്റൂ, അത് മറ്റൊരാൾ എങ്ങനെ ഭുജിക്കും? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുവെന്നേ വരൂ. അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവിടെ ചിത്രമായിട്ട് ഗുപ്തമായിട്ട് രേഖപ്പെടുത്തി ചിത്രഗുപ്തൻ വെക്കുന്നുണ്ട്. അത് വേറൊരാൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നമുക്കുണ്ടാകുന്ന സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, അതൊക്കെ എനിക്ക് കുറെ ദുഃഖമുണ്ട്, ഞാനത് വേറൊരാൾക്കൂടെ പങ്കുവെച്ച് എന്റെ പകുതി അവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. നമ്മൾ തന്നെ ആ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് തീരണം. പൈസയോ വസ്ത്രമോ ഒക്കെയാണ് വേറൊരാൾക്ക് കൊടുക്കുക, പക്ഷേ അവരവർക്കുണ്ടാകുന്ന സുഖങ്ങളായിക്കോട്ടെ ദുഃഖങ്ങളായിക്കോട്ടെ അത് പങ്കുവെക്കാൻ പറ്റുകയില്ല. അവരവർ ചെയ്യുന്നതിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കണമെന്ന വലിയൊരു ആപ്തവാക്യം തന്നെയാണ് ഈ രത്നാകരൻ എന്ന കാട്ടാളന്റെ ഭാര്യ രത്നാകരന് പറഞ്ഞു കൊടുത്തത്. പെട്ടെന്ന് തന്നെ രത്നാകരന് മനസ്സിലായി, ഞാൻ ചെയ്തത് ഈ കാലം അത്രയും ദുജനായിട്ട് ജനിച്ചിട്ടും കാട്ടാളനായിട്ട് കൊള്ളക്കാരനായിട്ട് മാറിയ ഞാൻ ചെയ്ത പാപങ്ങളുടെയൊക്കെ ഫലം ഞാൻ എങ്ങനെ അനുഭവിക്കുമെന്ന് ഓർത്തപ്പം ഭയം വന്നുപോയി. നേരെ തിരിച്ച് സപ്തർഷികളുടെ അടുത്ത് വന്നു. അവിടെ പറഞ്ഞു, അവരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നിങ്ങളല്ലാതെ ഇനി മറ്റൊന്നും ശരണമില്ല എന്ന് പറഞ്ഞ് അവരെ അഭയം പ്രാപിച്ചു. ശരണാഗതരെ കൈവെടിയുന്ന ചരിത്രം സനാതന ധർമ്മശാസ്ത്രത്തിനില്ല, പോകെ പോകെ നമുക്കത് കാണാം. അങ്ങനെ സപ്തർഷികളെ ശരണം പ്രാപിച്ച രത്നാകരന് മഹാമന്ത്രത്തെ പറഞ്ഞുകൊടുത്ത് മുനിമാര് അവിടെ ഞങ്ങൾ പോയി വരുന്നത് വരെ മര എന്ന് ജപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരെ അനുഗ്രഹിച്ചതിന് ശേഷം പോകുന്നു. സപ്തർഷികൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ ഈ രത്നാകരനെ കാണുന്നില്ല. കാരണം രത്നാകരന്റെ ദേഹമാകെ ചിതല് തിന്ന് ഒരു പുറ്റായി മാറിയിരിക്കുക. രത്നാകരനെ വിളിക്കുമ്പോൾ രത്നാകരൻ എന്ന്, അതായത് ദേഹമോഹം നശിച്ചു. നേരത്തെ കാട്ടാളനായിട്ട് പ്രവൃത്തി ചെയ്തിരുന്നു ഒക്കെ ദേഹമോഹം കൊണ്ടാണ്, ഞാനെന്നും എന്റേതെന്നുമുള്ള ആ ദേഹമോഹം കൊണ്ടാണ് കൊള്ളക്കാരനായിട്ട് എന്ത് പ്രവൃത്തിയും ചെയ്യുന്നത്. നമ്മുടെ ഇടയിലും ഇപ്പൊ ഒരുപാട് രത്നാകരന്മാരുണ്ട്. സ്വന്തം സുഖത്തിനും
അല്ലെ സ്വന്തം കുടുംബത്തിനും വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് ദ്രോഹം വന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് എന്ത് ക്രൂരകൃത്യവും ചെയ്യുന്നത്, അഴിമതിയിൽ കൂടെയും സ്വജനപക്ഷപാതത്തിൽ കൂടെയും ഒക്കെ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായ രത്നാകരന്മാർ ഇന്ന് ധാരാളമുണ്ട്. അന്നൊരു രത്നാകരനായിരുന്നെങ്കിൽ. ഇത് രത്നാകരൻ മാനസാന്തരം നമ്മളെപ്പോലെ ഈ സത്സംഗം പോലെയുള്ള സത്സംഗം കൊണ്ട് ഇപ്പൊ നമ്മൾ നടത്തുന്ന ഒരു സത്സംഗമല്ലേ, അതുപോലെ സപ്തർഷികളുമായിട്ടുള്ള സത്സംഗം കൊണ്ട് ആ രത്നാകരന് ദേഹമോഹമൊക്കെ നശിച്ച് ദേഹമെല്ലാം ആ ചിതലുകൾ തിന്നു തീർത്തിട്ടും ഒന്നും അറിഞ്ഞതേയില്ല. പക്ഷെ ഇവര് വന്ന് വിളിച്ചപ്പോ രത്നാകരൻ വരുന്നു. ജ്ഞാനം സമ്പാദിച്ച് ആ കാട്ടാള ഭാവത്തിൽ നിന്ന് ബ്രഹ്മർഷിയായി മാറുകയാണ് വാൽമീകി. ഈ വാൽമീകിയുടെ ശിഷ്യനാണ് ഭരദ്വാജൻ. ഭരദ്വാജിന്റെ ഗുണം പറഞ്ഞപ്പോ ഗുരു ആരായിരിക്കും, എങ്ങനായിരിക്കും എന്ന് നമുക്കറിയാം. വെറും രണ്ട് അക്ഷരം കൊണ്ട് രാമ എന്നുള്ള രാമനാമ മഹിമയാണ് ഈ ഒരൊറ്റ കഥയിൽ കൂടി രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഒരു കാട്ടാളനെ ബ്രഹ്മർഷിയായിട്ട് മാറാമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് ജീവിക്കുന്ന ചെറിയ ചെറിയ അഷ്ടരാഗങ്ങളിൽ കൂടി പോകുന്ന നമുക്ക് രാമനാമ മഹിമ കൊണ്ട് ആരായി തീരാൻ പറ്റും? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയല്ലേ? അങ്ങനെ ആ സജ്ജന സംഗമം കൊണ്ട് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി മഹർഷിയായ കഥ പറയുന്നു. അത് കഴിഞ്ഞ് രാമന് താമസിക്കാനായിട്ട് ചിത്രകൂടത്തിൽ ഒരു ആശ്രമമൊക്കെ വെച്ച് അവിടെ താമസിക്കാൻ വളരെ നല്ല സ്ഥലമാണെന്ന് പറയുന്നു. അങ്ങനെ ലക്ഷ്മണനും ശ്രീരാമനും കൂടെ അവിടെ ഒരു ആശ്രമം, ചിത്രകൂടാചലത്തിന്റെ താഴ്വരയിലെ ഒരാശ്രമം കിട്ടി അവിടെ താമസിക്കുന്നു. ഈ സമയത്ത് വീണ്ടും സുമന്ത്രരിലേക്ക് പോവാണ്. സുമന്ത്രര് അവിടെ രാമന്റെ അടുത്തു നിന്ന് മാറി തിരിച്ച് അയോധ്യയിലേക്ക് പോവാണ്. ആ പോകുന്ന പോക്കില് അവിടെ ചെന്നിട്ട് നേരെ കൗസല്യയുടെ അന്തപുരത്തിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് രാമന്റെയും സീതയുടെയും ഒക്കെ വിശേഷങ്ങൾ നമുക്കറിയാം, വായിച്ചപ്പോഴും മനസ്സിലായി. അതിനിയും പറഞ്ഞ് സമയം കളയുന്നില്ല. അതൊക്കെ പറഞ്ഞു. അവിടെ എന്തൊക്കെ വടക്ഷീരം കൊണ്ടുവന്ന് ജടയാക്കിയതും കഴിഞ്ഞതും ഗുഹനെ കണ്ടതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സുമന്ത്രര് കൗസല്യോടും ദശരഥനോടും പറയുന്നു. ഇതൊക്കെ കേട്ട് വടമൂല കാലത്ത് നായാട്ടിന് പോകുമ്പോൾ ശബ്ദവേദി എന്ന ഒരു അമ്പ് ഉപയോഗിച്ച്, കാരണം അവിടെ മരത്തിന്റെ മറവിലിരിക്കുമ്പോ കുംഭത്തിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് കുംഭിയെന്നോർത്ത് എന്നാ പറയുന്നത്. ആ സമയത്ത് അവിടെ ഒരു കുമാരൻ വരികയും തന്റെ കുടത്തിലേക്ക് വെള്ളം കോരി എടുക്കുകയും ചെയ്യുന്ന ശബ്ദമായിരുന്നു കേട്ടത്. പക്ഷെ രാജാവ് തെറ്റിദ്ധരിച്ചു. ദൂരെ ഇരുന്ന് രാജാവ് വിചാരിച്ചു അത് ആന ഇറങ്ങി ജലാശയത്തിൽ നിന്ന് വെള്ളം തുമ്പിക്കയിൽ കോരുകയാണെന്ന് വിചാരിച്ച് അമ്പെയ്യുന്നു. ശബ്ദവേദി എന്ന് പറയുന്ന അമ്പ് ഉപയോഗിച്ച ആ ശബ്ദം നോക്കി ആ സ്ഥലത്തേക്ക് എത്താൻ കഴിവുള്ള ഒരു അസ്ത്രമാണ്. അത് ഉപയോഗിച്ച് ആ കുമാരന്റെ ദേഹത്താണ്, ആനയല്ലായിരുന്നത് മുനികുമാരനായിരുന്നു, മുനികുമാരന്റെ ദേഹത്ത് തറയ്ക്കുകയും മുനികുമാരൻ ആർത്ത് വിളിക്കുന്നത് കേട്ടുകൊണ്ട് രാജാവ് ഓടി ചെല്ലുമ്പോൾ സംഭവം ഇതാണെന്ന് മനസ്സിലാക്കുകയും എന്റെ അന്ധരായ മാതാപിതാക്കൾക്ക് വെള്ളം ശേഖരിക്കാൻ ഞാൻ വന്നതായിരുന്നു രാജാവേ, പെട്ടെന്ന് അവർക്ക് ഈ വെള്ളം കൊണ്ടു കൊടുക്കുക, ഈ അസ്ത്രം വലിച്ചൂരി എനിക്ക് ഭയങ്കരമായ വേദനയാണ്, ആ മരണവേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്ന് പറയുന്നു. അങ്ങനെ മുനികുമാരനെ പറഞ്ഞ അനുസരിച്ച് അമ്പ് വലിച്ചൂരി കുമാരനെ മരിക്കാൻ അവസരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ കുംഭത്തിൽ വെള്ളവുമായിട്ട് നേരെ ആ വൃദ്ധ താപസന്മാരുടെ അടുത്ത് ചെല്ലുന്നു. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് മുനികുമാരനോട്, മുനികുമാരനാണ് വന്നതെന്നാണ്
ആ വൃദ്ധ താപസർ വിചാരിക്കുന്നത്. അവര് ചോദിക്കുന്നു, നിങ്ങൾ എന്താ മോനെ താമസിച്ചത്? ഞങ്ങൾക്ക് കണ്ണു കാണാൻ വയ്യാതെ ദാഹജലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, മോൻ എന്താ താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ രാജാവ് ഉണ്ടായ സംഭവം എല്ലാം പറയുന്നു. ഞാൻ മുനികുമാരനല്ല, അയോധ്യ രാജാധിപതിയായ ദശരഥനാണ്. ഇതുപോലെ ശബ്ദം കേട്ട് ഞാൻ അമ്പെയ്തു, കൊണ്ടത് മുനികുമാരനായിരുന്നു, മുനികുമാരൻ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ താപസര് പറയുന്നു, അച്ഛനും അമ്മയുമായ ഞങ്ങളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നു. അങ്ങനെ മുനികുമാരന്റെ അടുത്തൊക്കെ ദശരഥൻ അവരെ രണ്ടിനെയും കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് കുമാരനെ തൊട്ട് തലോടി ആ മാതാപിതാക്കള് കരയുകയാണ്. ആ കരഞ്ഞു കഴിഞ്ഞ് പറയും, ശരി ചിത കൂട്ടി മകനെ ദഹിപ്പിക്കാൻ പറയും. ആ ചിതയിലേക്ക് ചാടി അച്ഛനും അമ്മയും മകനോടൊപ്പം മരണം പോവുകയാണ്. ഈ സമയത്ത് ആ താപസൻ ദശരഥനെ ശപിക്കുകയാണ്, പുത്രദുഃഖം കൊണ്ടാണ് ഞാൻ മരിക്കുന്നത്, നിനക്കും ആ ഗതി വരട്ടെ എന്ന്. അതുകൊണ്ടാണ് പുത്രനെ ഓർത്തിപ്പൊ കരഞ്ഞുകൊണ്ടാണല്ലോ ദശരഥൻ ഇരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് എൻ്റെ ഈ ദുഃഖത്തിന് കാരണം. ഞാൻ മരണസമയം അടുത്തു, പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന ശാപം കാരണം ഞാൻ ദേ മരിക്കാനായിരിക്കുന്നു എന്ന് പറയുകയും വിലപിച്ചുകൊണ്ട് രാജാവ് മരിക്കുന്നത്. അപ്പൊ രണ്ട് കഥ അങ്ങനെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അപ്പൊ അവിടെ രാജകൊട്ടാരത്തില് എല്ലാരും കരച്ചിലാണ്. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, കൗസല്യയും സുമിത്രയും കൂടെ രാജാവിനെ വിളിച്ചുണർത്താൻ നോക്കുന്ന രാജാവ് കരഞ്ഞു കരഞ്ഞു പിന്നെ നിശബ്ദനാവുക ചെയ്യുന്നത്. വിളിച്ചുണർത്താൻ നോക്കിയിട്ടൊന്നും എഴുന്നേക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവര് വിളിച്ചു പോകുന്നത് കേട്ടോണ്ട് എല്ലാവരും ഓടി വരികയാണ്. അവിടെ ആകെ ഒരു മരണവീടിന്റെ അന്തരീക്ഷം എത്തുന്നു. അപ്പൊ ആ സമയത്തേക്ക് വസിഷ്ഠ മഹർഷി അവിടെ കുലഗുരു വരികയും രാജാവിന്റെ ദേഹം തൈലത്തോണിയിലാക്കുക, കേടുപാടുകൾ വരാതെ എന്നുള്ളത് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ദൂതനെ കേകയ രാജ്യത്തേക്ക് അയക്കുകയാണ്. അവിടെ ആണല്ലോ യുദ്ധാജ്യത്തിനൊപ്പമാണല്ലോ നേരത്തെ പോയ ഭരതനും ശത്രുഘ്നനും ഒക്കെ. അപ്പൊ അവരെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്ന് പറയുന്നു. അങ്ങനെ ദൂതൻ കേകയ രാജ്യത്തേക്ക് പോകുന്നു. അവിടുന്ന് ഇവരെ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവരുന്നു. തിരിച്ചു വരുന്ന ഭരതൻ നേരെ കൈകേയിയുടെ രാജ കൊട്ടാരത്തിലേക്കാണ് വരുന്നത്. കാരണം പിതാവ് മിക്കപ്പോഴും അവിടെ തന്നെയാണെന്ന് ഭരതൻ അറിയാം. എന്തിനാണ് തങ്ങളെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെയാണ് ഭരതനും ശത്രുഘ്നനും. എങ്കിലും ഇവിടെ വന്ന് അച്ഛൻ എന്തിയെ എന്നാണ്, എല്ലാവർക്കും സുഖമല്ലേ, അച്ഛൻ എന്തിയെ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, താതൻ എവിടെ വസിക്കുന്നു മാതാവേ, മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ട് കണ്ടിയിൽ ഒരു നാളുമേ എന്ന് പറയുമ്പോൾ പറയുന്നു, മോനെ ദുഃഖിക്കാന് അവകാശമൊന്നുമില്ല. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് സത്യസന്ധനായ അച്ഛൻ ശരിക്കും സ്വർഗലോകത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ അച്ഛൻ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ് വിലപിച്ചുകൊണ്ട് താഴെ വീണ് കരയുന്ന മകനെ ഭരതനെയും ശത്രുഘ്നെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് ഭരത പ്രലാപമാണ്. ഭരതന്റെ അച്ഛൻ മരിച്ചതിലുള്ള രാജ്യത്തെയും രാജ്യഭാരത്തെയും ഒക്കെ ഇങ്ങനെ വിട്ടിട്ട് എൻ്റെ അച്ഛൻ എന്നിൽ നിന്ന് പോയോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഭരതനെയാണ് നമ്മൾ കാണുന്നത്. അത് കാണുമ്പം കൈകേയി മാതാവ് എന്ന് പറയും, മോനെ നിനക്ക് ദുഃഖിക്കാൻ യാതൊരു അവകാശവുമില്ല, നിനക്ക് വേണ്ട നന്മകളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അച്ഛൻ മരിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അപ്പൊ അതിനു മുമ്പേ പറയുന്നുണ്ട്, അച്ഛൻ മരിക്കുന്ന സമയത്ത് രാമ എന്ത് പറഞ്ഞാണ് കരഞ്ഞത്, എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം പറയുന്നു, അച്ഛൻ രാമ സീതയെ ലക്ഷ്മണ എന്നൊക്കെ വിളിച്ചാണ് കരഞ്ഞാണ് മരിച്ചതെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അയ്യോ അവരും അന്നേരം ഇവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, നിനക്ക് രാജ്യഭാരം ഞാൻ അച്ഛനോട് സത്യം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്, അച്ഛന് എനിക്ക് 2 വരം തന്നിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ രാജാവായിട്ടും രാമനെ വനവാസത്തിനും അയച്ചിരിക്കുന്ന കാര്യം പറയുന്നു. ഇത് കേൾക്കുന്നിട്ട് ക്രുദ്ധനാവുകയാണ്. ഭൂമിയിൽ വീണ് കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഭരതൻ ചാടി എഴുന്നേറ്റ് അമ്മയെ ഒരുപാട് ക്രോധാഗ്നി പൂണ്ട് അമ്മയെ ഒരുപാട് പറയുന്നതാണ്. അമ്മ രാമനെ കുറിച്ച് എന്തറിഞ്ഞിരിക്കുന്നു? ഞങ്ങൾക്ക് എല്ലാവർക്കും ജ്യേഷ്ഠനായ രാമൻ രാജാവിന് തുല്യനാണ്. ഈ കാളകൂടം വേണമെങ്കിലും ഞാൻ കുടിക്കാമായിരുന്നു, എനിക്ക് ഈ വാചകങ്ങൾ കേൾക്കാനുള്ള ശക്തി എനിക്കില്ല എന്നൊക്കെ പറഞ്ഞു
എന്നിട്ട് നേരെ അവിടുന്ന് കൗസല്യയുടെ അടുത്ത് പോവുകയാണ്. കൗസല്യയുടെ അടുത്ത് ചെന്ന് അമ്മേ ഞാനിതൊന്നും അറിഞ്ഞതേ അല്ല, ഞാനല്ല ഇതിനൊന്നും കാരണക്കാരൻ, ഞാനിവിടെ അപ്പം കൗസല്യ പറയുന്നുണ്ട്, മോനെ ഭരതൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കൈകേയിയുടെ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ലായിരുന്നു എന്ന് എനിക്കറിയാം, നീ കുറ്റക്കാരനല്ല എന്ന് എനിക്കറിയാം എന്ന് അമ്മയോട് കൗസല്യ മാതാവിനോട് ഭരതൻ പറയുന്നു. അതുപോലെ അത് ഞാൻ പറയുന്നുണ്ട്, ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നേ. ഞാനായിരുന്നു ഇതിന് കാരണക്കാരനെങ്കിൽ ഈ പാപങ്ങളെല്ലാം ഞാൻ അനുഭവിക്കാൻ തയ്യാറായിരുന്നു, ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം കൗസല്യ പറയുന്നുണ്ട്, മോനെ ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇങ്ങനൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ഈ സമയത്ത് വസിഷ്ഠ മഹർഷി അവിടേക്ക് വരുന്നതും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും, ഒരു ശരീരം നമ്മളെ മുഷിഞ്ഞ വസ്ത്രം മാറി വേറൊരു വസ്ത്രം ധരിക്കുന്നത് പോലെയുള്ളൂ, ആത്മാവ് ശാശ്വതമാണ്, ദേഹത്തിൽ വസിക്കുന്നതേ ഉള്ളൂ, ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ ഒരു കാലമുണ്ട് എല്ലാത്തിനും, ആ കാലം കഴിയുമ്പോൾ ഈ ദേഹത്തെ കഴിഞ്ഞിട്ട് ആ ആത്മാവ് പോയിട്ട് വേറെ ദേഹം കൈക്കൊള്ളുന്നു, മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറി വേറെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെയുള്ളൂ, ആത്മാവിന് മരണമോ ജനനമോ ഇല്ല എന്നൊക്കെയുള്ള ആ പരമാർത്ഥ തത്വത്തെ കുറിച്ച് ഭരതന് ഉപദേശിച്ചു കൊടുക്കുന്നു. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതും ദുഃഖേന കിംബരം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിടിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ എന്ന്. ജന്മമുണ്ടെങ്കിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും ഇതൊരു ചക്രമാണ്, ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനവുമുണ്ട്. ഇത് ആർക്കും തടുത്തുകൂടാനൊക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതിലൊന്നും വിഷമിക്കേണ്ട. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. അതുപോലെ ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഈ കർമ്മഭേദങ്ങൾ അറിയ നീ എന്ന് പറഞ്ഞ്, ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. അത് നിത്യനും ആനന്ദ സ്വരൂപനുമായ അചിൽ സ്വരൂപൻ തന്നെയാണ് ആത്മാവെന്നുള്ള മഹാതത്വത്തെ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ദശരഥന്റെ സംസ്കാരം നടത്താനാണ് തുടങ്ങുന്നത്. അങ്ങനെ ഗുരുവചനം കേട്ട് ഒരു സമാധാനത്തിലെത്തിയ ഭരതൻ ശത്രുഘ്നനോട് ചേർന്ന് അഗ്നിഹോത്രാദി തുടങ്ങിയ സംസ്കാരങ്ങളെല്ലാം ചെയ്തു, പിണ്ടം നടത്തി, വേദപാരായണന്മാരെ കൊണ്ടുവന്ന് ദാനവും ഒക്കെ നടത്തു. എല്ലാ കാര്യങ്ങളും ചെയ്തു. 11 ദിവസത്തെ എല്ലാം കഴിഞ്ഞു. 12-ാം ദിവസം സബിന്നി ഉൾപ്പെടെയുള്ള എല്ലാ ഷോഡശ സംസ്കാര പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ വസിഷ്ഠ മഹർഷി പറയുകയാണ്, ഇനി ദേശകാലോചിതമായ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. രാജ്യം അരാജകമാവാതെ സൂക്ഷിക്കേണ്ടത് ഭരതന്റെ കടമയാണ്. അതുകൊണ്ട് ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യാം എന്ന് പറയുമ്പോ പറയാണ്, ഇന്ന് അടിയനു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നത് മമ പൂർവജൻ, ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവൻ, ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും നുണ്ട ആനതേർ കാലാൾ കുതിരപ്പടയോടും. കാരണം എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് ഭരതൻ വനത്തിലേക്ക് തന്റെ ജ്യേഷ്ഠനെ കൊണ്ടുവരാൻ പോകാം എന്ന് വസിഷ്ഠ മഹർഷിയോട് പറയുന്നത്. കാരണം ഇവിടെ വന്നിട്ടല്ല രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്, ശ്രീരാമനെ അവിടെ വെച്ച് തന്നെ അഭിഷേകം കഴിപ്പിച്ച് രാജാവായിട്ട് ആഘോഷപൂർവം അയോധ്യയിലേക്ക് സ്വീകരിക്കാൻ പ്രാപ്തമാക്കിക്കൊണ്ടാണ് ഉള്ള സന്നാഹത്തോടുകൂടി വനത്തിലേക്ക് നമുക്ക് നാളെ പോകാം എന്നാണ് വസിഷ്ഠനോട് ഭരതൻ പറയുന്നത്. ഇത്രയുമായിരുന്നല്ലോ. ഇത്രയുമായിരുന്നല്ലോ നമ്മൾ. അതെ അതെ. എല്ലാവർക്കും നമസ്തേ.
നമുക്ക് അടുത്തത് പ്രശ്നോത്തരി നടത്താൻ ഞാൻ തയ്യാറാണ്. പ്രശ്നോത്തരി നടത്താൻ ഓക്കെ. തയ്യാറാണ്. അതിനു മുമ്പ് ശാന്ത ചേച്ചി എന്തോ ചോദ്യം ചോദിക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു. 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ചോദിച്ചാട്ടെ. അറിയാവുന്ന ഉത്തരവാണെ നമുക്ക് പറയാം. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. ചോദ്യം ചോദിക്കാം. ശാന്ത ചേച്ചി ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തെ ചോദ്യം ചോദിച്ചാട്ടെ. ചേച്ചിയെ കാണാനില്ല അല്ലെ? ഞാൻ ശാന്തക്കുട്ടി എന്ന് എഴുതിയിരിക്കുന്നതാണോ ശാന്ത ചേച്ചി? ആണെന്ന് തോന്നുന്നു. സ്ഥലത്തില്ലെന്നാ തോന്നുന്നത്. സാരമില്ല. എന്നാ ബാക്കി ചോദ്യം ചോദിച്ചാട്ടെ. അപ്പൊ ഉണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് പിന്നെ അവസാനം ആണെങ്കിലും ചോദിക്കാമല്ലോ. എന്റെ ആദ്യത്തെ ചോദ്യം, ശ്രീരാമന്റെ വംശം ഏതാണ്? ഏത് രാജവംശമാണ് ശ്രീരാമൻ? രഘുവംശം. രഘുവംശം. സൂര്യനാണ്. രഘു എന്ന് പറയാ സൂര്യനല്ലേ? സൂര്യൻ തന്നെ. എല്ലാം രണ്ടൊന്നും തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം. അതെ അതെ. അടുത്ത ചോദ്യം, ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ആരാണ് ബ്രഹ്മമുനിയായി ചമഞ്ഞത്? ആരുടെ നാമമഹിമയാലാണ്? ശരിയാണ് ശരിയാണ്. ഇനി അടുത്തത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുവെന്നേ വരൂ. ആര് ആരോടാണ് പറഞ്ഞത്? രത്നാകരന്റെ ഭാര്യ രത്നാകരനോട്. ഇനി അടുത്ത ചോദ്യം, എവിടെയാണ് വാൽമീകി ശ്രീരാമദേവന് ആശ്രമം നിർമ്മിച്ചു കൊടുത്തത്? ഇപ്പൊ തന്നെ ഉഷ ചേച്ചി അത് പറഞ്ഞു. എവിടെയാണ് വാൽമീകി ശിഷ്യന്മാർക്ക് ഇവർക്ക് ശ്രീരാമന് ആശ്രമം നിർമ്മിച്ചു കൊടുത്തത്? ചിത്രകൂടാചലം മാത്രം പറഞ്ഞാ പോരാ. ചിത്രകൂടാചലത്തിന്റെ താഴ്വരയില്. ഈ ശബ്ദം കേൾക്കുന്നില്ല. ചിത്രകൂടാചലത്തിന്റെ താഴ്വരയില്. അതെ അതെ. 2 പർണശാല നിർമ്മിച്ചു. ഒന്ന് തെക്ക് വടക്ക്, മറ്റൊന്ന് കിഴക്ക് പടിഞ്ഞാറ്. കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കുന്നില്ല എനിക്ക്. സൗണ്ട് കൂട്ടി വെച്ചാൽ മതിയായിരിക്കും. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. ശബ്ദം കേൾക്കുന്നില്ല. ശബ്ദമില്ല. എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ആ മൊബൈലിന്റെ പ്രശ്നമായിരിക്കാം. അടുത്ത ചോദ്യം, അയോധ്യയിൽ ഭൗതിക സുഖങ്ങൾ ഏറെ ഉണ്ടാകും, എന്നാൽ വനവാസത്തിലൂടെ എന്ത് മാർഗമാണ് കിട്ടുന്നു പറഞ്ഞത്? ശബ്ദം കേൾക്കുന്നില്ല. മനസ്സിലായോ? ഇല്ല. അയോധ്യ ജീവിതത്തിലെ ശ്രീരാമന് ഇഷ്ടംപോലെ, ശ്രീരാമൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു രംഗമാണ്. ശ്രീരാമന് ഭൗതിക സുഖങ്ങൾ ധാരാളം ഉണ്ടാവും, എന്നാൽ വനവാസത്തിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അച്ഛനോട് പറയണമെന്ന് സുമന്ത്രരോട് പറയുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ വനവാസത്തിലൂടെ എന്ത് കിട്ടുന്ന പറയണത്? തന്നെയാണ് മോക്ഷമാർഗം. മോക്ഷമാർഗമായിരിക്കും. അതെ 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 അതെ, മോക്ഷമാർഗമാണ്. അടുത്തത്, താപസവാക്യം സത്യമായും വരാം. എന്താ അത്? എന്ത് സത്യമായി വരാന്നാ പറയണേ? താപസന്മാരുടെ മുനിമാരനെ കൊന്നത് വ്യക്തായില്ല. അതല്ല, മുനികുമാരന്റെ അച്ഛന്റെ ശാപം. പുത്രശാപത്താൽ മരിക്കുന്നുള്ളൂ. അതന്നെ മുനിയുടെ ശാപം. അതെ അതെ, കറക്റ്റ്. ഇനി ഭരതന്റെ അമ്മാമൻ ആരാ? പറയുന്നുണ്ട്, ടീച്ചർ പറഞ്ഞു അല്ല, ഉഷ ചേച്ചി പറഞ്ഞു ഇപ്പോ. അതെ. ഇനി അടുത്ത ചോദ്യം, സജ്ജനങ്ങളുടെ ഗതി നിന്റെ അച്ഛനും ലഭിച്ചിരിക്കുന്നു എന്ന് കൈകേയി, അതായത് സ്വർഗപ്രാപ്തി, സജ്ജനങ്ങൾക്ക് ഗതി സ്വർഗപ്രാപ്തിയാണ്, അത് നിന്റെ അച്ഛനും ലഭിച്ചിരിക്കുന്നു എന്ന് കൈകേയി പറയാൻ കാരണം?
അശ്വമേധയാഗം നടത്തി സത്യസന്ധനുള്ള വാക്ക് പാലിച്ചു. അതെ അതെ, അത് തന്നെ. അതുകൊണ്ടാണ് സജ്ജനങ്ങളുടെ ഗതി കിട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, കൈകേയി ഏതു നരകത്തിൽ പതിക്കുന്നു എന്നാണ് ഭരതൻ പറയുന്നത്? ഒറ്റ വാക്കേ ഉള്ളൂ. ചേച്ചി ഇപ്പൊ സൂചിപ്പിക്കുകയുണ്ടായി. കുംഭി ഭാഗം, അതെ അതെ. ഇനി അടുത്തത് ഒരു വിട്ട ഭാഗം ഒന്ന് പറയാനാണ്. നിസ്സാരം എത്രയും സംസാരം ഓർക്കിലോ കഴിഞ്ഞിട്ടൊരു വാക്കുണ്ട്, ശുഭകരമായുള്ളൂ. നിസ്സാരം എത്രയും സംസാരം ഓർക്കിലോ കഴിഞ്ഞിട്ടൊരു വാക്കുണ്ട്, ശുഭകരമായുള്ളൂ. ക്ലൂ വേണോ? നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സത്സംഗം. സത്സംഗം തന്നെ. നമ്മള് ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യല്ലേ അത്. ഇനി അടുത്തത്, ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു. ഒരു അവിടെയും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു. നരന്മാർക്ക് എങ്ങനെയാണ് ഗുണങ്ങൾ വന്നുകൂടുന്നതെന്ന് അതിൽ പറയുന്നുണ്ട്. പ്രവർത്തി അല്ല അല്ല, ഗുരുപ്രസാദത്തിനാൽ. കറക്റ്റ്, ഗുരുപ്രസാദത്തിനാൽ. അതെ, അതന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, വസിഷ്ഠോപദേശം കേട്ട് ഭരതൻ പറഞ്ഞത് കേട്ടവർ അത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. എന്താണ് ഭരതൻ പറഞ്ഞത്? വസിഷ്ഠൻ ഉപദേശിച്ചുല്ലോ, അവസാനം പറഞ്ഞുല്ലോ വസിഷ്ഠൻ ഉപദേശിച്ചു ഭരതനേന്ന്. അപ്പൊ ഭരതൻ പറഞ്ഞു, പക്ഷെ അത് ചേച്ചി പറഞ്ഞില്ല. എന്താണ് ആ പറഞ്ഞത്? വനത്തിലേക്ക് പോകും. വനത്തിലേക്ക് ഞാനും മാലോകരുമായിട്ട് എല്ലാരുമായിട്ട് വനത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് തന്നെ തിരിച്ച് അഭിഷേകം ചെയ്ത് കൊണ്ടുവരുമെന്ന്. അല്ല, അതുമല്ല, ഇനിയും പറഞ്ഞിട്ടുണ്ട്. ഞാനും ഭവാനും അരുന്ധതി ദേവിയും വാസികളും അങ്ങനല്ലേ? അതുണ്ട്, ഇനിയുണ്ട്. ഭരതൻ എടുത്തു പറഞ്ഞൊരു കാര്യണ്ട് അതില്. അമ്മ കൗസല്യാദേവി ഒഴിച്ച് മറ്റ് എനിക്കിത് തോന്നിയത് എല്ലാവരും കൂടെ പോകാമെന്ന്, കൈകേയി ഒഴികെയുള്ളവരെ കൊണ്ടുപോകാമെന്ന്. അതുമല്ല, അവസാനത്തെ 4 വരിയാണ്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അതെന്താന്ന് വെച്ചാലേ, ശ്രീരാമൻ മടങ്ങി എത്തുന്നത് വരെ ഞങ്ങൾ വെറും നിലത്ത് മാത്രമേ കായും കിഴങ്ങും പഴമൊക്കെ കഴിച്ചിട്ട് വേഷം ധരിച്ച് ജടപൂണ്ട്. അതന്നെ അതന്നെ, അത് ചേച്ചി പറഞ്ഞില്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ചേച്ചി ലാസ്റ്റ് 4 വരിയാണ് അതേ. ഇത്രയേ ഉള്ളൂ എന്റെ ചോദ്യം. എല്ലാരും ക്ഷമിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ എന്റെ ചോദ്യം. നല്ല ചോദ്യങ്ങളായിരുന്നല്ലോ, എല്ലാരും ഉത്തരം പറഞ്ഞു. ഒരു 2 ചോദ്യം ചോദിക്കാൻ ഒരു അമ്മ ഉണ്ടായിരുന്നു. ചേച്ചി വന്നിട്ടുണ്ടോ? ശാന്ത ചേച്ചി ചോദ്യം ചോദിക്കാൻ. എനിക്കത് ദേഷ്യപ്പെട്ടു പോയത്. ഇല്ല, ദേഷ്യമില്ല. രാമായണം വായിക്കുന്നവരുടെ ദേഷ്യം മാറി കിട്ടും. അമ്മ ആദ്യം ഏതാണ്ട് ഒന്ന് ചോദിക്കാൻ തുടങ്ങി, താടകയുടെയാ ചോദിക്കാൻ തുടങ്ങിയത്. അവിടെ പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാൻ വന്ന് ലാസ്റ്റ് ചോദിക്കാമെന്ന്. ചേച്ചി ഉണ്ടോ ഇപ്പൊ ഇവിടെ? താടകയുടെ ഒന്നും ആയില്ലല്ലോ. ഉറക്കം വന്ന് കാണും, പോയി കാണും, പ്രായമല്ലേ. ഉറക്കം വരുന്നില്ലല്ലോ ജ്യോതിഷ്ജി. സുരേഷ്ജി, പ്രശ്നോത്തരി അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് രാമായണക്കാറ്റ് 9ാം ദിവസം പാലക്കാട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പാലക്കാട് ചാപ്റ്ററിന്റെ രാമായണ പാരായണം പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ അത് സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാ കോർഡിനേറ്റർക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്ന് വായനയിൽ പങ്കെടുത്ത എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. രാമായണക്കാറ്റ് തെക്ക് നിന്ന് വീശി വടക്കോട്ട് മലപ്പുറം വഴി പാലക്കാട് കഴിഞ്ഞ് ഇനി വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓരോ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ വർഷങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് വായിക്കാൻ ആളില്ലാതെ
പല ജില്ലകളിൽ തന്നെ ആളുകൾ കണ്ടെത്തി വായിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കാരണം ഇന്നലെ മലപ്പുറം ജില്ല വഴി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആരും ഇല്ലെങ്കിൽ ഒന്ന് കയറണം, പക്ഷെ സാധിച്ചില്ല. ആവശ്യത്തിന് ആളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം വളരെ ഭംഗിയായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വൈകുന്നേരം നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. നമുക്ക് ഇവിടെ വാങ്ങാം. ജയശങ്കര. 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 ജയശങ്കര.